മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷനാണ് നടക്കുന്നത്. ഷാനവാസാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിൻ്റെ ഫസ്റ്റ് നോമിനേഷൻ അനീഷാണ്. കാരണമായിട്ട് പറയുന്നത് ഇന്നലെ സാബുമോനോടുള്ള ആ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ഷാനവാസ് പറയുന്ന ആ ഒരു രീതി വെറുപ്പിക്കാവുന്നത്ര മാക്സിമം വെറുപ്പിച്ചാണ് ഷാനവാസ് സംസാരിക്കുന്നത്. പണ്ട് എന്തെങ്കിലും നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് അനീഷായിരുന്നു ഇങ്ങനെ ഓരോ കാര്യവും വലിച്ചു നീട്ടി സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഷാനവാസ് അനീഷിനേക്കാളും അപ്പുറത്താണ്. ഇനി അനീഷിനെ കണ്ട് പഠിക്കുന്നതാണോ എന്നും അറിയില്ല. ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ പറഞ്ഞ് അനീഷിനെ നോമിനേറ്റ് ചെയ്താൽ മതി ഷാനവാസിന്. പക്ഷേ ഷാനവാസ് അതിന് റിയാസിൻ്റെ കാര്യം എടുത്തിടുന്നു. റിയാസ് വന്ന സമയത്ത് ഞാൻ റിയാസിനോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് അനീഷ് എന്നെ ഉപദേശിച്ചിരുന്നു. എന്നിട്ടാണ് അനീഷ് ഇന്നലെ വന്ന ഗസ്റ്റിനോട് ഇങ്ങനെ സംസാരിച്ചത്. ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലാണ് ജയിൽ നോമിനേഷൻ ഷാനവാസ് നടത്തുന്നത്. ഷാനവാസ് ഓരോന്ന് പറയും, അനീഷ് അതിനനുസരിച്ച് തിരിച്ചു മറുപടി പറയും. ലാസ്റ്റ് കേട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഹൗസ് ക്യാപ്റ്റനായ ആദില ഇടപെടുന്നുണ്ട്. ആദില പറയുന്നു, ആദ്യം അനീഷിനെ വാൺ ചെയ്യുന്നു, കുറച്ചേരം മിണ്ടാതിരിക്കുക, ജയിൽ നോമിനേഷൻ ഷാനവാസാണ് നടത്തുന്നത്, ഷാനവാസിൻ്റെ സ്പേസ് ആണ് മിണ്ടാതിരിക്കുന്നൊക്കെ. അപ്പോൾ അനീഷ് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും 2 മിനിറ്റിന് ശേഷം വീണ്ടും ഷാനവാസ് എന്തെങ്കിലും അനീഷിനെ ചൊറിയും. അനീഷ് തിരിച്ചു മറുപടി പറയും. ലാസ്റ്റ് ആദില എഴുന്നേറ്റ് ഷാനവാസിനോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ കോൺവെർസേഷൻ സ്റ്റൈലിലേക്ക് പോവാതെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് വന്നിരിക്കുക, എല്ലാവർക്കും ഈ ജയിൽ നോമിനേഷൻ ചെയ്യണ്ടേ, നിങ്ങൾക്ക് സംസാരിക്കാൻ പിന്നെ സമയം തരാം എന്നൊക്കെ. ഉടനെ ഷാനവാസ് ആദിലയോടും ദേഷ്യപ്പെടുന്നു. അത് പറയാൻ നീ ആരാ, ബിഗ് ബോസ് പറഞ്ഞോളും, ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ വന്നിരുന്നോളാം, എനിക്കിങ്ങനെ ജയിൽ നോമിനേഷൻ നടത്താൻ പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞത് ആദിലയ്ക്കും ദേഷ്യമായി. ആദില അപ്പോൾ പറയുന്നുണ്ട്, എന്നാ ചെയ്, അനീഷിൻ്റെ വായിലിരിക്കുന്നത് അങ്ങ് കേട്ടോ എന്ന് പറയുന്നു. എന്തായാലും വെറുപ്പിക്കാവുന്നത്രയും വെറുപ്പിച്ച് 1.5 മണിക്കൂറോളം എടുത്താണ് 2 പേരെ ഷാനവാസ് ജയിൽ നോമിനേറ്റ് ചെയ്തത്. അനീഷിനെ എന്തൊക്കെ പറഞ്ഞു അനീഷ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനെയാണ്. ഷാനവാസ് സംസാരിക്കുന്നതിന് തിരിച്ചു മറുപടി ലക്ഷ്മിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ആദില ഇടപെടുന്നുണ്ട്, പ്ലീസ് റിപ്ലൈ പറയരുത്, ജയിൽ നോമിനേഷൻ ലെങ്തി ആയി പോവുകയാണ്, റിപ്ലൈ പറയരുതെന്ന്. എന്തായാലും കേട്ടിരുന്നവരെ വരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ജയിൽ നോമിനേഷൻ ആയിരുന്നു ഷാനവാസിൻ്റേത്. എനിക്കും പേഴ്സണലി വെറുപ്പീര് കൂടി വരുന്നത് പോലെയാണ് തോന്നുന്നത് ഷാനവാസിൻ്റേത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.